ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉമ്മാൻമയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 6 നമ്പറാണ്. ചിലരിതിനെ ഡയമണ്ട് എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ 6 നമ്പർ എന്നാണ് പറയുന്നത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിവിടെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഞാനിവിടെ 6 ഉരുളകളാക്കിയാണ് മാറ്റിയത്. ഈ ഉരുളകളെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ പരത്താൻ പോകുന്നത്. പരത്തിയതിന് ശേഷം കുറച്ചുകൂടി മൈദ 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ വളരെ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓയിൽ ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ പഞ്ചസാര ലൈന് ഉരുക്കി ഒഴിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പഞ്ചസാര ലായനി ഈ 6 നമ്പറിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 6 നമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.